ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടി PDP പിന്തുണയിൽ വിവാദം കത്തുകയാണ്. വെൽഫെയർ പാർട്ടി പിന്തുണയെ ന്യായീകരിച്ച് കൂടുതൽ UDF നേതാക്കൾ ഇന്ന് രംഗത്ത് വന്നു. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFനായിരുന്നെന്നും ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കളുടെ പ്രതിരോധം. അവർക്ക് ആരെയും കൂട്ടാം, അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി, അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. പണ്ട് രാഷ്ട്രീയത്തിൽ തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നതായിരുന്നു ഒരു പഴഞ്ചൊല്ലെങ്കിൽ CPM തൊട്ടാൽ എല്ലാവരും ശുദ്ധരാകും. CPMനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വിലപ്പോവില്ല. സ്ഥാനാർത്ഥി എന്താ അഭ്യർത്ഥിക്കുന്ന എല്ലാ വോട്ടുകളും CPMകാരുടെ വോട്ടും വേണമെന്ന് ഞങ്ങൾ നാടിൻ്റെ നന്മ കാക്ഷിക്കുന്ന CPMകാരും UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുന്ന കാലത്ത് ഇടതുപക്ഷ മുന്നണിയോടൊപ്പമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നത്. അന്ന് ഇടതുപക്ഷത്തിന്റെ CPMന്റെ പ്രധാനപ്പെട്ട പാർട്ടി സെക്രട്ടറിമാരായിരുന്ന സഖാവ് പിണറായി വിജയനും സഖാവ് കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ നിരന്തരം ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു, അവരുമായി വേദി പങ്കിട്ടിരുന്നു. നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ എന്തിനു എതിർക്കണം? അത് സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്. ആ വോട്ട് LDFനായിരുന്നു പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇടതുപക്ഷം അവരെ തോളിലേറ്റി നടക്കുമായിരുന്നു. കിട്ടാത്തത് കൊണ്ടാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പണ്ടൊരു കുറുക്കം പറഞ്ഞിട്ടുണ്ട്. ആ കഥയാണ് ഇവിടെ ഓർമ്മ വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കളാണെന്ന് ആരോപിച്ച് UDFനെതിരെ പ്രചാരണം കടുപ്പിക്കുകയാണ് LDF. എന്നാൽ LDFന് പിന്തുണ അറിയിച്ച PDP മതനിരപേക്ഷത ഉയർത്തുന്നവരാണെന്നാണ് നേതാക്കളുടെ വാദം. UDFും ജമാഅത്തെ ഇസ്ലാമിയും ഐക്യ കക്ഷികളായിട്ട് മാറി എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ചത്. ഇസ്ലാമിൻ്റെ രാഷ്ട്രം എന്ന മുദ്രാവാക്യമാണല്ലോ അതിൻ്റെ അടിസ്ഥാനം, ആത്മിക അടിസ്ഥാനം. അതുപോലെ ഹിന്ദു രാഷ്ട്രമാണ് എന്നും RSSന്റെ ആശയ അടിസ്ഥാനം. രണ്ടുപേരുടെയും മുഖമുദ്ര അന്ധമായിട്ടുള്ള ഇടതുപക്ഷ വിരോധമാണ്. ചേരേണ്ടത് ചേരുമ്പടി ചേരുമെന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം പതിപ്പായിരിക്കെ അതിനെ PDPയുമായി നിലമ്പൂരിൽ നിന്ന് ഹഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഹഷ്മി, ഇത് ഈ വർഗീയ ശക്തികളുടെ പിന്തുണ ആര് നേടി എന്നതിലാണല്ലോ ഇപ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ വിവാദം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവർ അയിത്തമുള്ളവരായി മാറി, അശുദ്ധിയുള്ളവരായി മാറി എന്നതാണ് UDF പറയുന്നത്. നേരെ മറിച്ച് PDPയുടെ പിന്തുണ വരുമ്പോൾ അതെങ്ങനെ ശരിയാകുമെന്ന് UDF ചോദിക്കുന്നു. ഇങ്ങനെ പരസ്പരം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും പിന്തുണയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവാദം മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇരു മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, വർഗീയ വോട്ട്, വർഗീയമല്ലാത്ത വോട്ട്, മതേതര വോട്ട് തുടങ്ങിയ ചർച്ചകൾ നമ്മൾ നിലമ്പൂരിൽ ആദ്യമായി കേൾക്കുന്നതല്ല. നമ്മൾ കഴിഞ്ഞ കുറേ അധികം തെരഞ്ഞെടുപ്പുകളിൽ ഇത് കേൾക്കുന്നത്. കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് അല്ലെങ്കിൽ പിന്നീട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, പിന്നീട് തൃക്കാക്കരയിൽ, പിന്നീട് ഈ പറയുന്ന ബൈ ഇലക്ഷനുകളിൽ പാലക്കാട് ഒക്കെ കേട്ടതിന്റെ തുടർച്ച തന്നെയാണിത്. പറഞ്ഞ് പഴകിയ വാദങ്ങൾ തന്നെയാണിത്. ഇപ്പുറത്ത് നിങ്ങൾ ജമാഅത്ത് വോട്ട് വാങ്ങുമെന്ന് പറയും, നിങ്ങൾ അപ്പോൾ അന്ന് പണ്ട് നിങ്ങൾ ജമാഅത്ത് വോട്ട് വെച്ചിട്ട് എന്താ മതേതര വോട്ടായിരുന്നു എന്ന മറുചോദ്യം. ഈ ചോദ്യം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അതൊരു ഫ്രഷേ അല്ല, ഒരുപാട് തവണ കേട്ട് പഴകിയ കാര്യമാണ്. എന്തായാലും അത് നിലമ്പൂരിൽ വീണ്ടും ചർച്ചയാവുകയാണ്. സ്വാഭാവികമായും വരും തെരഞ്ഞെടുപ്പുകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ സെറ്റ് ചെയ്യുന്ന അജണ്ട അതാകുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാവുക തന്നെ ചെയ്യും. പക്ഷേ അത് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനിക്കപ്പെടുന്ന ചർച്ചയാണ് എന്ന കാര്യമൊന്നും അറിയില്ല. എന്തായാലും അതിൽ പ്രതികരണങ്ങൾ തുടരുകയാണ്. ഗോപികൃഷ്ണൻ, നമുക്കറിയാം ഇന്നേക്ക് കൃത്യം 8-ാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ ദിവസം എന്നോണം പുതിയ രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ സജീവമായി തന്നെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായി ചർച്ചയാവുകയും വേണം. കാര്യം പരസ്യ പ്രചാരണത്തിന് കഷ്ടിച്ചൊരു പക്ഷേ 6-7 ദിവസമാണ്. ആ ദിവസങ്ങൾ പരമാവധി വിഷയങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറ്റുക എന്നത് തന്നെയാണ് മുന്നണിയുടെ ലക്ഷ്യം. PV Anwar ഉണ്ടാക്കിയ ആദ്യ കൊടുങ്കാറ്റെന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. PV Anwar ഉണ്ടാക്കിയ ആദ്യ കോലാഹലങ്ങൾ, അതിനുശേഷം ഈ പറയുന്ന മലപ്പുറത്തെ അധിക്ഷേപിച്ചതാര് എന്ന ചർച്ചയുണ്ടായി, ക്ഷേമ പെൻഷൻ ഉള്ള ചർച്ചയുണ്ടായി. അതിനിടയിൽ ഈ വഴിക്കടവിൽ ദാരുണമായ രീതിയിൽ പന്നിക്കണിയിൽപ്പെട്ട ഒരു 16-കാരൻ ഒരു സാധു വിദ്യാർത്ഥി മരിച്ചുപോയ സാഹചര്യമുണ്ട്. അതൊക്കെ വലിയ രാഷ്ട്രീയ വിഷയമായ നിലമ്പൂരിൽ ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയിലും വെൽഫെയർ പാർട്ടിയിലും ന്യൂനപക്ഷ
വർഗീയ വോട്ട് ആർക്ക് എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് എത്തി നിൽക്കുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന നിലമ്പൂരിനടുത്ത് കടലൊന്നുമില്ലെങ്കിലും കപ്പൽ കത്തിയതും അതിൽ MSA കമ്പനിക്കെതിരെ സർക്കാർ കേസെടുക്കാത്തതൊക്കെ UDF ഇവിടെ ചർച്ചയാക്കുന്നുണ്ട്. അവിടെ അന്താരാഷ്ട്ര കപ്പൽ കത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് KB ഗണേഷ് കുമാർ അടക്കമുള്ളവർ ചോദിക്കുന്നുണ്ട്. ഇന്നലെ 20 മന്ത്രിമാർ, LDFന്റെ 20 മന്ത്രിമാർ ഈ മണ്ഡലത്തിൽ M സ്വരാജിനെ ഉണ്ടായിരുന്നു. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ ഹൈ പ്രൊഫൈൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. 15-ാം തീയതി പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസം ക്യാമ്പ് ചെയ്ത് M സ്വരാജിനെ പ്രവർത്തിക്കാൻ പോകുന്നു. യൂസഫ് പട്ടാൻ എത്താൻ പോകുന്നു. മഹുവ മൈത്ര ഒരുപക്ഷെ എത്തിയേക്കും. അങ്ങനെ വരും ദിവസങ്ങളിൽ താരപ്രചാരകരെ കൊണ്ട് നിലമ്പൂർ എന്ന് പറയുന്ന ഈ മണ്ഡലം നിറയാൻ പോകുന്നു. ഗോപീഷ്, നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന രീതിയിൽ ഇന്നിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനൊപ്പമാണ് രാവിലെ മുതൽ തന്നെ. നാളെ നമ്മൾ M സ്വരാജിനൊപ്പം, അതിനുശേഷം അൻവറിനൊപ്പം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ബാക്കി ദിവസങ്ങളിൽ നമ്മൾ പോകും. ഗോപീഷ്, ഇപ്പോൾ ഇവിടെ ഓരോരോ സ്ഥലങ്ങൾ, ഓരോരോ പഞ്ചായത്തുകളിൽ വളരെ മൈന്യൂട്ട് ലെവലിൽ പോയി UDF സ്ഥാനാർത്ഥി ഇവിടുത്തെ ഓരോ വോട്ടും നേരിൽ കണ്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ വെള്ളക്കെട്ട എന്ന സ്ഥലത്താണ് അനന്തു എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി പന്നിക്കണിയിൽപ്പെട്ട് മരിച്ചുപോയത്. അവിടെ നല്ല രൂക്ഷമായ രാഷ്ട്രീയ പ്രസംഗം നടത്തുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ ഈ പറയുന്ന വർഗീയ വോട്ട്, ജമാഅത്തെ ഇസ്ലാം, വെൽഫെയർ പാർട്ടി വോട്ടുകൾ എത്രത്തോളം സ്വാധീനിക്കുന്ന അറിയില്ല. പക്ഷേ ഈ വന്യജീവി സംഘർഷം, മൃഗശല്യ, പത്രത്തിൽ അതിജീവന പ്രശ്നങ്ങൾ വളരെ സജീവമായി ഗ്രൗണ്ടിൽ ചർച്ചയാവുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ. നിലമ്പൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഈ വർഗീയ ശക്തികളുടെ വർഗീയ കൂട്ടുകെട്ട് ആര് നടത്തി എന്ന് പരസ്പരം കുറ്റാരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അത് ഏത് നിലയ്ക്ക് ചർച്ചയാകും. അതോടൊപ്പം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം എന്നത് ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ മുന്നണികൾ സ്വീകരിക്കുന്ന നിലപാട് അവിടുത്തെ വോട്ടുകളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.